സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാളെയാണ് മാട്ടുപൊങ്കല്. തമിഴ്നാട്ടില് വളരെ വിശേഷത്തോടെ കൊണ്ടാടുന്ന മാട്ടുപൊങ്കൽ നമ്മുടെ കേരളത്തിലും തീർച്ചയായിട്ടും ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഈ ദിവസത്തിന് അല്ലെങ്കിൽ നാളെ എന്ന ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഉറപ്പായും നാളെ നിങ്ങൾ വിളക്കിന് മുന്നിൽ ഈ ഒരു വസ്തു ഭഗവാനല്ല നന്ദികേശന് സമർപ്പിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഞാൻ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഐശ്വര്യം, അഭിവൃദ്ധി, സമ്പത്ത്, ആയുരാരോഗ്യ സൗഖ്യം, കടങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തി, ആഗ്രഹ സാഫല്യം, അങ്ങനെ എന്തുകൊണ്ടും വളരെ വിശേഷതയാർന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. നാളെ ശിവഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ പ്രദോഷം കടന്നു വരുന്ന ദിവസമാണ്. പ്രദോഷ സന്ധ്യയിൽ ഭഗവാൻ നടരാജനായിട്ട് പാർവതി ദേവിയുടെ മുന്നിൽ നൃത്തം ചെയ്യുന്ന സർവ്വദേവീ ദേവന്മാരും സന്നിഹിതരാകുന്ന ഒരു പുണ്യ ദിവസമാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ത്? നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭാരതീയ സംസ്കൃതിയിൽ കൃഷിയും പ്രകൃതിയും ഈശ്വര തുല്യമാണ്. വിളവെടുപ്പിന്റെ ഉത്സവ കാലമായിട്ടാണ് പൊങ്കൽ തമിഴ്നാട്ടിൽ ആചരിക്കുന്നത്. ഈ പൊങ്കൽ കാലത്ത് ഏറ്റവും പുണ്യകരമായ ഒരു സുദിനമാണ് മാട്ടുപൊങ്കൽ എന്ന അവരുടെ ആ ഒരു സുദിനം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആചരണം. ഈ മാട്ടുപൊങ്കൽ യഥാർത്ഥത്തിൽ തമിഴ് മണ്ണിന്റെ ഒരു ആഘോഷം എന്ന നിലയിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഒന്ന്, നിങ്ങൾ തമിഴ്നാട് വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ പണ്ടുള്ള തമിഴ്നാടല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. വളരെ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. എത്ര മനോഹരമാണ് തമിഴ്നാടിന്റെ ഭൂമി എന്നറിയാമോ? അവിടെയുള്ള കാഴ്ചകൾ, ക്ഷേത്രങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അവരുടെ ജീവിത ശൈലി, അവര് അനുഭവിക്കുന്ന സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് കേട്ടോ തമിഴ്നാട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടി നമുക്ക് മാട്ടുപൊങ്കലിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഈ മാട്ടുപൊങ്കലിന് പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ശിവഭഗവാനും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള നന്ദി അല്ലെങ്കിൽ നന്ദികേശനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ശിലാദ മഹർഷിയുടെ പുത്രനായിട്ടാണ് നന്ദികേശൻ ജനനം ചെയ്യുന്നത്. കഠിനമായ തപസ്സിലൂടെയാണ് ശിലാദ മഹർഷി ശിവഭക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശിവതുല്യനായിട്ടുള്ള ഒരു പുത്രനെ, അതായത് നന്ദികേശനെ നേടുന്നത്. ഒരിക്കൽ മനുഷ്യകുലത്തിന് ഒരു ഉപദേശം നൽകാനായിട്ട് ശിവഭഗവാൻ നന്ദിയെ ചുമതലപ്പെടുത്തുകയാണ്. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: മാസത്തിൽ ഒരിക്കൽ മാത്രം മനുഷ്യർ ഭക്ഷണം കഴിക്കുക, എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ സന്ദേശവും കൊണ്ട് നന്ദി മനുഷ്യകുലത്തിനിടയിൽ വന്നു. സന്ദേശം കൈമാറുന്നതിനിടയിൽ ചെറിയൊരു തെറ്റ് പിണഞ്ഞു. ആ തെറ്റ് എന്ന് പറയുന്നത് ദിവസവും ആഹാരം കഴിക്കുക, മാസത്തിൽ ഒരിക്കൽ എണ്ണ തേച്ച് കുളിക്കുക, അതായത് തല തിരിഞ്ഞുപോയി പറഞ്ഞത്. അപ്പോൾ ദിവസവും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഭൂമിയിൽ കൃഷി ചെയ്യേണ്ട ഒരു ബാധ്യതയിലേക്ക് മനുഷ്യകുലത്തിന് വന്നു എന്നുള്ളതാണ്. ഒരു കാര്യം പറയാം, ഈ കഥയ്ക്ക് പിന്നിൽ ചില ആന്തരികമായ ആശയങ്ങളാണ് ഉള്ളത്. ആ ആശയം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യരോട് താൻ പറഞ്ഞ സന്ദേശം തെറ്റായി പറഞ്ഞതിലും ഈ കൂടുതൽ ഭക്ഷ്യ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതായി മനുഷ്യന് വന്നതുകൊണ്ടും അവരെ കൃഷിയിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവഭഗവാൻ നന്ദിയെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അപ്പൊ അന്നു മുതൽക്കാണ് ഈ കാളകള്, പശുക്കൾ, ഇതൊക്കെ നമ്മുടെ മനുഷ്യകുലത്തിന്റെ ഭാഗമാവുകയും അവ നമുക്ക് അന്നം വിളയിക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം, രാപ്പകൽ അധ്വാനം ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടായിട്ടുള്ളത്? പശുവിന്റെ പാല് മാത്രമല്ല, തൈര്, വെണ്ണ, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് തരുന്നത് പശുക്കളാണ്. നമ്മുടെ വനഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് കൃഷി ഇറക്കാനും മനുഷ്യകുലത്തിന്റെ ഇന്ന് നമ്മൾ ആർജിച്ചു നിൽക്കുന്ന സർവ്വ പുരോഗതിക്കും പിന്നില് പശുക്കൾ അല്ലെങ്കിൽ കാളകൾ നമുക്ക് ചെയ്തു തന്ന ഉപകാരം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അവയെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്മരിക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പോലും നന്ദികേശനെ, കാളകളെ, പശുക്കളെ പൂജിക്കുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കൽ കാളകെട്ട് മഹോത്സവം പോലും നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ നടക്കുന്നുണ്ട്. അപ്പോ മാട്ടുപൊങ്കൽ അല്ലെങ്കിൽ പശുക്കളെ ആദരിക്കുക എന്നുള്ളത് തമിഴ്നാടിന്റെ മാത്രം ഒരു ആചാരത്തിൽ വരുന്ന ഒന്നല്ല. നാളെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് കന്നുകാലികൾ എന്ന് പറയുന്നത്. ഗോമാതാവായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. ഒരു കാലത്ത് എന്നുള്ളതല്ല, നമ്മുടെ പലരുടെയും പ്രധാന ഉപജീവന മാർഗം ഒരുപക്ഷെ ഈ കന്നുകാലി വളർത്തലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ ആ നിലയിലാണ് നമ്മൾ
പശുവിനെ ഗോമാതാവായിട്ട് കണ്ടു വണങ്ങുന്നത്. അപ്പൊ കന്നുകാലികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ആ ഗൃഹത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ്. കന്നുകാലി സാക്ഷാൽ ലക്ഷ്മി സ്വരൂപമാണ്. ലക്ഷ്മി സ്വരൂപം എന്നുള്ളത് മാത്രമല്ല, സർവ്വദേവീ ദേവന്മാരും കന്നുകാലിയിൽ അല്ലെങ്കിൽ പശുക്കളില് നാൽക്കാലികളിൽ വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പശു, കാള ആ വിഭാഗത്തിൽ വരുന്ന മൃഗങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്നിടത്ത് ലക്ഷ്മി ദേവി കുടിയേറും എന്നുള്ളതാണ്. അപ്പോൾ കടബാധ്യതയിൽ നിന്ന് മോചനം നേടാനും കൃഷിയിലും തൊഴിലിലും അഭിവൃദ്ധി നേടാനും നാളെ ഒരു ദിവസത്തെ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. കേരളീയ പാരമ്പര്യത്തില് മാട്ടുപൊങ്കൽ ദിനത്തിന് വളരെ വലിയ പ്രാധാന്യമില്ല എങ്കിലും ആത്മീയമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഐശ്വര്യം നേടാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ പശുക്കളോ കാളയോ ഇനി അതെല്ലാം ആടുമാടുകളാണെങ്കിൽ പോലും അവയെ നിങ്ങൾ കുളിപ്പിച്ച് വൃത്തിയാക്കി നെറ്റിയിൽ ചന്ദനക്കുറി ധരിപ്പിക്കുക എന്നുള്ളതാണ്. പച്ചരിയും ശർക്കരയും ചേർത്ത മിശ്രിതം ചെറിയ അളവിൽ കൊടുക്കുന്നതോ പഴങ്ങൾ നൽകുന്നതോ ലക്ഷ്മി കടാക്ഷത്തിന് കാരണമായി തീരും. നാളെ വൈകുന്നേരം പ്രദോഷ സന്ധ്യയാണ്. അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശനം ചെയ്യുന്നത് ഉത്തമമാണ്. ശിവന്റെ വാഹനമായ നന്ദികേശന്റെ ചെവിയിൽ നിങ്ങൾ നാളെ എന്തു പറഞ്ഞാലും അത് നേരിട്ട് ഭഗവാന്റെ ചെവികളിൽ പറഞ്ഞതുപോലെയാണ്. നാളെ നന്ദികേശന്റെ ചെവിയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% അത് നടന്നിരിക്കും. മാന്യമായ ഏത് ആഗ്രഹവും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും അത് ഭഗവാൻ നടത്തി നൽകിയിരിക്കും. അതുപോലെ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പറയുന്ന നാൽക്കാലികളില്ല, പക്ഷേ ഏതെങ്കിലും ഒരു നാൽക്കാലിയോ ഒരു പക്ഷിയോ ഒരു പ്രാണിയോ വിശന്ന് വലഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ നിങ്ങൾ അതിന് അന്നമൂട്ടാണ്, ഭക്ഷണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് അടുത്ത് ക്ഷേത്രമില്ല, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല, ഒരു പരിഭവവും വേണ്ട. നിങ്ങളുടെ പൂജാമുറിയിൽ നാളെ വൈകുന്നേരം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ മഹാലക്ഷ്മി കടാക്ഷം, നന്ദികേശന്റെ കടാക്ഷം, സാക്ഷാൽ പരമേശ്വരന്റെ കൃപാ കടാക്ഷം, ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നേടാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, നാളെ ഗൃഹത്തിൽ ഗൃഹശുദ്ധി വരുത്തി വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. വിളക്ക് തെളിക്കുന്നിടത്ത് തീർച്ചയായിട്ടും ലക്ഷ്മി കടാക്ഷവും വാസവും പരമേശ്വര വാസവും ഉണ്ടാകും. വിളക്ക് തന്നെ പരമേശ്വര സ്വരൂപമാണ്. അതുപോലെ ശിവപ്രീതിക്കും, അതായത് ശിവന്റെ പ്രിയപ്പെട്ട ഭക്തനായ നന്ദിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. അപ്പോൾ നാളെ നിങ്ങളുടെ ഗൃഹത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ നന്ദികേശൻ പ്രീതിപ്പെടും എന്നുള്ളതാണ്. ഒരു തളികയിലോ ഇലയിലോ അല്പം ശർക്കര, ഒരു പഴം, അത് കദളിപ്പഴമാണെങ്കിലോ ഏത്തപ്പഴമോ പാളയംതോടനോ ഏതായിരുന്നാലും കുഴപ്പമില്ല, നൈവേദ്യമായിട്ട് സമർപ്പിക്കുക. ശർക്കരയും പഴവും നന്ദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ്, അല്ലെങ്കിൽ വഴിപാടാണ്, അല്ലെങ്കിൽ പ്രസാദമാണ്. നന്ദിയെ സ്മരിച്ചുകൊണ്ട് ഒരു ശർക്കര തുണ്ടും പഴവും സമർപ്പിച്ചാൽ തന്നെ നന്ദി നേരിട്ട് അത് ഗൃഹത്തിൽ വന്ന് കൈപ്പറ്റും എന്നുള്ളതാണ്. തുടർന്ന് നമ്മുടെ നിലവിളക്കിന് മുന്നിലിരുന്ന് ഓം നന്ദികേശായ നമ എന്ന് 21 വട്ടം തൊഴു കൈകളോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ശേഷം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടതയും കടബാധ്യതയും മാറി ഐശ്വര്യം കടന്നു വരയണമേ. അങ്ങനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്കൊടുവിൽ, പൂജയ്ക്കൊടുവിൽ ഈ പഴവും ശർക്കരയും നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവിക്ക് അത് സമ്മാനിക്കുക. നിങ്ങളുടെ ഗൃഹത്തിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ നാൽക്കാലികളോ അല്ലെങ്കിൽ മറ്റ് ഇത് കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അവയ്ക്ക് നൽകുന്നതും ഐശ്വര്യപ്രദമാണ്. ഇനി അതുമല്ല, ഒന്നുമില്ല എങ്കിൽ പ്രസാദമായിട്ട് നമുക്ക് തന്നെ ഇത് കഴിക്കാവുന്നതാണ്. നന്ദികേശന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും ഈ ഒരു കർമ്മം ആചരിക്കുന്നതിലൂടെ ഉണ്ടാകും. നന്ദികേശന്റെ അനുഗ്രഹവും പ്രീതിയും ഉണ്ടായിക്കഴിഞ്ഞാൽ സാക്ഷാൽ പരമേശ്വരന്റെ പ്രീതിയും ഉണ്ടാകും. ദാരിദ്ര്യം നീങ്ങി കടബാധ്യതയും അതുപോലെ തന്നെ ബിസിനസ്സിൽ അഭിവൃദ്ധി, രോഗമുക്തി, ഗൃഹ ഐശ്വര്യം, ആയുരാരോഗ്യ സൗഖ്യം ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ കർഷകരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, മറ്റ് ഏതെങ്കിലും പ്രൊഫഷണൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, കലാപരമായിട്ട് ജോലി ചെയ്യുന്നവരാകട്ടെ, ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിച്ചോളൂ. ഉറപ്പായും ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. നന്ദി.